വൈവിധ്യമാർന്ന രൂപം, എളിമയുള്ള ശൈലി, വിശ്വസ്തതയുടെ പ്രതീകം എന്നീ നിലകളിൽ ആഗോളതലത്തിൽ പേര് നേടിയ വാഹനമാണ് വോൾക്സ്വാഗൺ ബീറ്റിൽ. വലുപ്പത്തിലോ ശക്തിയിലോ ആഡംബരത്തിലോ ഒന്നും അഭിമാനിക്കാത്ത ഈ ചെറിയ കാർ അതിന്റെ ലാളിത്യം കൊണ്ട് ലോകത്തിന്റെ വിശ്വാസം നേടിയെടുത്തതിന്റെ മികച്ച ഉദാഹരണമാണ്. വില കുറഞ്ഞതും സാധാരണക്കാർക്ക് പ്രാപ്യവുമായ ഒരു വാഹനമെന്ന ലക്ഷ്യത്തോടെയാണ് ബീറ്റിൽ രൂപം കൊണ്ടത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആരംഭിച്ച ഈ യാത്രയിൽ നിരവധി വഴിത്തിരിവുകളുണ്ടായി. യുദ്ധാനന്തരം വിപണിയിൽ തിരിച്ചെത്തിയപ്പോഴും ബീറ്റിലിന്റെ രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. ആ പഴയ വൃത്താകൃതിയുള്ള ചെറുകപ്പ് രൂപം തന്നെ നിലനിർത്തി. അതിന്റെ സൗന്ദര്യവും തനിമയും ആ രൂപത്തിലായിരുന്നു. രൂപകൽപ്പനയും എഞ്ചിൻ സവിശേഷതകളും വീൽ ബേസിനും സസ്പെൻഷനും വരെ ലാളിത്യവും കാര്യക്ഷമതയും മുൻനിർത്തിയാണ് ബീറ്റിൽ രൂപകൽപ്പന ചെയ്തത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അതിന്റെ എഞ്ചിൻ. ആദ്യകാല മോഡലുകളിൽ എയർ കൂൾഡ്, റിയർ മൗണ്ടഡ് 4 സിലിണ്ടർ ബോക്സർ എഞ്ചിനുകൾ ഉപയോഗിച്ചു. അന്നത്തെ കാർ നിർമ്മാണത്തിൽ ഇതൊരു വളരെ വ്യത്യസ്തമായ സമീപനമായിരുന്നു. സാധാരണയായി 1.1 ലിറ്റർ മുതൽ 1.6 ലിറ്റർ വരെ ഡിസ്പ്ലേസ്മെന്റ് ശേഷിയുണ്ടായിരുന്ന ഈ എഞ്ചിനുകൾക്ക് 25 മുതൽ 60 ഹോഴ്സ് പവർ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. റിയർ വീൽ ഡ്രൈവ് സംവിധാനവും 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. ഈ ഘടന മികച്ച ബാലൻസ്, മെച്ചപ്പെട്ട ട്രാക്ഷൻ, പ്രത്യേകിച്ച് മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ മികച്ച നിയന്ത്രണം എന്നിവ നൽകിയതിനാൽ ഇത് വളരെ പ്രശസ്തമായിരുന്നു. ബീറ്റിലിന്റെ മെക്കാനിക്കൽ ഘടകങ്ങൾ വളരെ ലളിതമായിരുന്നു, കൂടാതെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ബീറ്റിലിനെ സ്ഥിരമായി കാണാൻ കഴിഞ്ഞിരുന്നത്. പലർക്കും സ്വന്തമായി വീടിന്റെ പുറകിൽ വെച്ച് എഞ്ചിൻ അഴിച്ചുമാറ്റി സർവീസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന രീതിയിൽ ഉപയോക്താക്കൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒരു സാമൂഹിക പ്രതീകമായി ബീറ്റിൽ 1950 മുതൽ 1970 വരെ ബീറ്റിൽ ഒരു സാമൂഹിക പ്രതീകമായി മാറി. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി തീർന്നു. അങ്ങനെ ബീറ്റിൽ കേവലം ഒരു ഗതാഗത മാർഗം എന്നതിലുപരി ഒരു ജീവിതശൈലിയും ആത്മാവിന്റെ യാത്രയും രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചു. ഈ കാലഘട്ടത്തിൽ ബീറ്റിൽ അമേരിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ റോഡുകളിൽ ഒരു സാധാരണ കാഴ്ചയായി മാറി. അതിന്റെ ആകർഷകത്വം സിനിമകളിലും കലാരൂപങ്ങളിലും പ്രതിഫലിച്ചു. ലോകപ്രശസ്ത ചലച്ചിത്രങ്ങളിലും ഹിപ്പികൾക്കിടയിലെ കലാപരമായ യാത്രകളിലുമൊക്കെ ബീറ്റിൽ ഒരു സാന്നിധ്യമായിരുന്നു. അതിന്റെ നിറം, രൂപം, അലങ്കാരങ്ങൾ വരെ വ്യക്തികളുടെ ആത്മാവിന്റെ പ്രതിഫലനമായി മാറി. കസ്റ്റമൈസേഷൻ ട്രെൻഡുകൾക്ക് തുടക്കം കുറിച്ച വാഹനങ്ങളിൽ ഒന്നായും ബീറ്റിലിനെ കണക്കാക്കുന്നു. ഒരു ക്ലാസിക് വാഹനമായതുകൊണ്ട് തന്നെ ഇന്നും പലരും പഴയ മോഡലുകൾ പുനരുജ്ജീവിപ്പിച്ച് സ്വന്തമായി സൂക്ഷിക്കുന്നുണ്ട്. ആഗോള സാന്നിധ്യവും പിൽക്കാല ചരിത്രവും. ലോകമെമ്പാടും 150ഓളം രാജ്യങ്ങളിൽ ഉൽപാദനം നടന്ന ബീറ്റിൽ ഏകദേശം 2 കോടി യൂണിറ്റുകൾക്ക് മേൽ വിൽപ്പന നേടിയിട്ടുണ്ട്. ബ്രസീൽ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പ്രാദേശിക ഉൽപാദനം നടന്നിട്ടും ഓരോ മോഡലിനും അതിന്റെ ജനപ്രീതി നിലനിർത്താൻ സാധിച്ചു. 1997 ആദ്യത്തെ ന്യൂ ബീറ്റിൽ അവതരിപ്പിച്ചപ്പോൾ പഴയ ക്ലാസിക് സ്പിരിറ്റിന് ഒരു പുതിയ രൂപം നൽകി. പിന്നീട് അതിന്റെ തുടർച്ചയായി ബീറ്റിൽ A5 2011 പുറത്തിറങ്ങി. കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങളോടും സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇതെത്തിയതെങ്കിലും പഴയ ബീറ്റിലിന്റെ ആ ആത്മാവ് ഇതിലുമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപകൽപ്പനയായിരുന്നു ഇത്.